വേനൽ ചൂടിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അനുഭവിക്കുന്ന കടുത്ത സ്ട്രെസ് കുറയ്ക്കുന്നതിനും അതിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനും ഇതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻ ഫെർട്ടിലൈസേഴ്സ് നൽകേണ്ടതാണ്. ഇത്തരം പാക്കറ്റ്സ് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില വസ്തുക്കൾ കൊണ്ട് ഇതിനുള്ള പകരക്കാരെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഗാർഡൻ ഗ്രീൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചൂട് എന്തൊരു ചൂടാ, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. നമ്മൾ പരസ്പരം കാണുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ പറയുന്നത്. ചൂടിന് പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. കടുത്ത ഒരു വേനലാണ് ഇപ്പം നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളിലേക്കാണ് നമ്മളും നോക്കേണ്ടത്. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. നമുക്ക് ചുറ്റും കുറച്ച് പാവപ്പെട്ട ചെടികളുണ്ട്, അവരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയല്ലേ. എങ്കിൽ മാത്രമേ ആ പാവങ്ങൾക്ക് ചൂടിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് ഇൻഡോർ പ്ലാന്റ്സിന് വളം നൽകേണ്ടതുണ്ടോ, വളം കൊടുത്താൽ അതിന് ദോഷമാണോ, എങ്ങനെയുള്ള വളമാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ പലരും സംശയങ്ങൾ ചോദിച്ച് കേൾക്കാറുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. കത്തുന്ന വേനലിൽ ഇൻഡോർ പ്ലാന്റ്സ് തളരില്ല എന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. വേനൽക്കാലത്ത് ഇൻഡോർ പ്ലാന്റ്സിനെ എങ്ങനെ പരിരക്ഷിക്കാമെന്ന് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികൾക്ക് വളർച്ച ഉണ്ടാകുന്ന സമയമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ഇൻഡോർ പ്ലാന്റ്സിന് ആവശ്യത്തിനുള്ള വളം നൽകേണ്ടതായിട്ടുണ്ട്. ചൂടുകാലത്ത് ചെടികൾക്ക് വളപ്രയോഗം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വേനൽക്കാലത്ത് ചെടികൾക്ക് കൂടുതൽ ജലം ആവശ്യമാണ്. അതിനാൽ വളം നൽകുന്നതിന് മുമ്പ് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. വരണ്ട മണ്ണിലേക്ക് വളം ചേർത്ത് കൊടുത്താൽ ചെടികൾ നശിക്കാനിടയാവും. അതുപോലെ തന്നെ കൊടുക്കുന്ന വളം ഒരിക്കലും പറഞ്ഞിരിക്കുന്ന അളവിലും കൂടുതലാകരുത്. ജൈവവളങ്ങളാണ് ചൂടുകാലത്ത് ചെടികൾക്ക് കൂടുതൽ ആവശ്യം. ന്യൂട്രിയൻസിനെ സാവധാനം അത് പുറത്തേക്ക് വിടുന്നതിനാൽ ചെടികൾക്ക് മറ്റു കുഴപ്പമുണ്ടാകുകയില്ല. മണ്ണിലും ഇലകളിലും ഒരുപോലെ തളിച്ചു കൊടുക്കാവുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ചൂടുകാലത്ത് നല്ലതാണ്. ചെടികൾക്ക് ഏറ്റവും ആവശ്യമായ പോഷകങ്ങൾ വേഗത്തിൽ ആഗിരണം ചെയ്യാൻ ഇതുമൂലം കഴിയും. വേനൽക്കാലത്ത് ചെടികളിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് പ്രയോഗിക്കുന്നത് അതിരാവിലെയോ വൈകുന്നേരത്തോ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബാഷ്പീകരണം മൂലം ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ചെടികളിലേക്ക് എത്താതിരിക്കാൻ കാരണമാകും. ഇൻഡോർ പ്ലാന്റ്സിന് ഈ വേനൽക്കാലത്ത് അത്യാവശ്യം കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നും എന്താണ് ഇതിൻ്റെ പ്രയോജനമെന്ന് നമുക്ക് നോക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ തുല്യ അനുപാതത്തിൽ വരുന്ന NPK 19-19-19 പോലെയുള്ള വളങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയിലും മണ്ണിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാണ്. മണ്ണിലേക്ക് പോഷകങ്ങൾ വളരെ സാവധാനത്തിൽ റിലീസ് ചെയ്യുന്ന കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങൾ ഈ ചൂടുകാലത്ത് ഇൻഡോർ പ്ലാന്റ്സിന് നൽകാവുന്നതാണ്. വേണ്ട പോഷകങ്ങൾ നീണ്ടൊരു സമയം അതിന് ലഭിക്കുവാൻ ഇത് കാരണമാവും. ഇലകളിൽ നേരിട്ട് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വേനൽക്കാലത്ത് വളരെ നല്ലതാണ്. ചെടികളിൽ നേരിട്ട് പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണിത്. പക്ഷേ യാതൊരു തരത്തിലും വളത്തിൻ്റെ വീര്യം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫെർട്ടിലൈസേഷൻ മൂലം മണ്ണിൽ അടിഞ്ഞുകൂടുന്ന അധിക ലവണങ്ങൾ ഫ്ലഷ് ചെയ്ത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കളയാനായിട്ട് സാധിക്കും. വേനൽക്കാലത്തുണ്ടാകുന്ന സാൾട്ട് ബേൺ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അയൺ, സിങ്ക്, മാംഗനീസ് തുടങ്ങിയ മൈക്രോന്യൂട്രിയൻസ് ചേർന്ന വളങ്ങൾ വേനൽക്കാലത്ത് ഇൻഡോർ പ്ലാന്റ്സിന് അത്യാവശ്യമാണ്. ഇതിൻ്റെ അഭാവത്തിലാണ് ചെടികളുടെ ഇലകൾ പലപ്പോഴും മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. ചൂടിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അനുഭവിക്കുന്ന കടുത്ത സ്ട്രെസ് കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനും മൈക്രോന്യൂട്രിയൻസ് ആവശ്യമായ അളവിൽ നൽകേണ്ടതാണ്. ഇത്തരം പാക്കറ്റ്സ് നിങ്ങളുടെ കൈവശമില്ലെങ്കിലും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില വസ്തുക്കൾ കൊണ്ട് ഇതിനുള്ള പകരക്കാരെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അടുക്കളയിൽ നിന്നും സുലഭമായി കിട്ടുന്ന മുട്ടത്തോടിൽ
കാൽസ്യം മാത്രമല്ല മറ്റ് ചില മൈക്രോ ന്യൂട്രിയൻസും ധാരാളമായുണ്ട്. ഇതിൻ്റെ ചായ തയ്യാറാക്കുന്നതിനായി 5-6 മുട്ടത്തോടുകൾ മതിയാവും. ഇത് വൃത്തിയായി കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ 4 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഇത് അരിച്ചെടുത്ത് നന്നായി നേർപ്പിച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ്. മുട്ടത്തോടിൽ നിന്നും തയ്യാറാക്കിയതുപോലെ ഉണങ്ങിയ പഴത്തൊലിയിൽ നിന്നും മറ്റൊരു വളലായനി തയ്യാറാക്കാം. മുമ്പ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ ചെയ്താൽ മതി. പഴത്തൊലിയിൽ പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻ്റായ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പലതരം മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് വളം. ഇത് റെഗുലറായി നൽകുകയാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഹെൽത്തിയായി നിന്നുകൊള്ളൂ. ഓരോ വേനൽക്കാലം കഴിയുമ്പോഴും നമ്മൾ പറയും, ഇതായിരുന്നു ഏറ്റവും ചൂട് കൂടിയ കാലം, ഇനി ഇങ്ങനെയൊരു കാലം വരികയില്ലെന്ന്. പക്ഷേ ഇതൊന്നും സത്യമാകാറില്ലെന്ന് മാത്രം. എത്ര കഠിനമായ കാലത്തെയും നമ്മൾ അതിജീവിച്ചേ പറ്റൂ. അതോടൊപ്പം നമ്മുടെ കുഞ്ഞു ചെടികളെയും അരുമ ജീവികളെയും ചേർത്ത് പിടിക്കാനും കഴിയണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.